I see. Are you a blogger? Blogger? Yes. Tell your name. I'm Lawrence. Welcome to Philippines, huh? Welcome to Sikihor. Welcome to Sikihor. Hi. ഹായ്, ട്രാവൽ വിത്ത് മുർഷിദിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫിലിപ്പീൻസിൽ. നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ എപ്പിസോഡ്സ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് മനിലയിൽ നിന്ന് എല്ലഡോയിലേക്ക് പോയി. എല്ലഡോയിൽ നിന്ന് നമ്മൾ സെബുല മോൾബോളിൽ വന്നു. മോൾബോളിലെ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ സിക്കിഹോറിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാനിയറിംഗ് ചെയ്തിട്ട് ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ അത് ഫിനിഷ് ചെയ്യുന്ന ഒരാളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടുന്ന് നമ്മൾ മോൾബോളിൽ നിന്ന് ബസ് എടുത്തിട്ട് എങ്ങനെ സിക്കിഹോറിലേക്ക് പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ആ എപ്പിസോഡിലേക്ക് അതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദ വ്ളോഗ്. കറക്റ്റ് ടൈമിനുണ്ട് ബസ് വന്നിട്ടോ. ഞാൻ വന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത പക്ഷെ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെയാണ്. കണ്ടക്ടർ വന്ന് ബസ് എടുത്തു. 76 ബസ്സാണ്. 2 മണിക്കൂർ കൊണ്ട് എത്തുന്നത്. 2 മണിക്കൂർ വേണ്ടി വരില്ല, കാരണം ഓൾറെഡി നമ്മൾ 15 കിലോമീറ്റർ പാസ് ചെയ്തിട്ടാണ് കന്യാകുമാരിയും കഴിഞ്ഞ് അവരുടെ ജിമ്മി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ബസ്. സോ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് സെബൂന്ന് വരുന്ന ബസ് ഉണ്ട്. ബാത്തോലേക്ക് വരുന്ന ഓൾമോസ്റ്റ് നമുക്ക് 76 ഉണ്ടായിരുന്നെ. Lilon Port, how much? 75. 75. Lilon Port. Here, motorbike. You're allowed? How much? It's only 150. 100. No brother, you are only 75. നമ്മളിവിടെ ഇറങ്ങി ലിലോൺ പോർട്ടിലേക്ക് പോവാണേ. ലിലോൺ പോർട്ടിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ട്രൈസ്റ്റിൽ എടുക്കണം. 75 ആയിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മുടെ 3 പേരിലോണ്ട് നമ്മള് ഫിറ്റ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് പോയാൽ മതി. നമ്മളെല്ലാം ഒരേ റൂട്ടിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. സിസ്റ്റം കണ്ടോ ഞങ്ങള് ബൈക്കിനോട് ഈ സാധനം അങ്ങനെ കെട്ടിയിട്ടാക്കിയ. അപ്പോ സാധാരണ ട്രൈസികളല്ല, അവർക്ക് ബൈക്കായിട്ട് ഉപയോഗിക്കുക, 2 ഉപയോഗിക്കാൻ വേണ്ടി. പോകുന്നത് സിക്കിഹോറിലേക്കാണ്. സോ സിക്കിഹോറിലേക്ക് ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ സെബൂന്ന് മോൾബോളിൽ എത്തി നമ്മൾ മോൾബോളിന് ബസ് കയറാം. സെബൂന്നാണെങ്കിൽ ഡിഫറെന്റ് ആണ് കേട്ടോ. മോൾബോളിൽ നമ്മൾ ഓൾറെഡി ബസ്സിന് ബാത്തോ ബസ് വന്ന് ബാത്തോ ടെർമിനലിൽ ഇറങ്ങിയിട്ട് ബാത്തോന്ന് ഞാനൊരു 50 ബസ്സൊക്കെ ഇത് കൊടുത്തു. ഒരു 10 മിനിറ്റ് ഓടാനില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇവിടെ എത്തും. ലിലോണിലെത്തും. ലിലോണിനാണെങ്കിൽ 13 ട്രിപ്പ് ഉണ്ട്. രാവിലെ പുലർച്ചെ 4 തുടങ്ങി രാത്രി 10:30 വരെ ട്രിപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് അടുത്തത് നമുക്ക് 7 മണിക്കായതുകൊണ്ട് നമുക്ക് ഇതിന് പോകുന്ന ഏറ്റവും ബെസ്റ്റ്. നമുക്ക് അവിടെ പോയി കുറച്ച് ടൈം കിട്ടും. ഇപ്പൊ നമുക്ക് 3 മണിന്റെ മിസ്സായി പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ 4 വരെ വെയിറ്റ് ചെയ്യണം. 3:30 ആയിട്ടുണ്ട്. ലിലോണിന് ലരണ ആണെങ്കിൽ സിക്കിഹോറിൽ വേറൊരു പോർട്ടാണ്. പക്ഷെ അത് വളരെ ആകെ 2 ടൈമിങ്ങിലുള്ളൂ. ട്യൂസ്ഡേയും സാറ്റർഡേ പുലർച്ചെ 2 മണിക്കും സൺഡേ 7 മണിക്കും. അപ്പൊ ഇതൊരു ആപ്റ്റബിൾ സാധനമല്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. സിബുലാനിലേക്ക് പോകുന്നുണ്ടെങ്കിലും ബഹുളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ കിട്ടും. ബഹുളിലേക്കാണ് പോകുന്നതെങ്കിൽ ബഹുളിലേക്ക് പോകണമെങ്കിൽ ലിലോണിന് സെബുലാനിലേക്ക് പോവാം. സിബുലാനിന് ഒരു ട്രൈസിക്കിൾ എടുത്തിട്ട് വേണം നമ്മൾ ദുമകത്തെ പോർട്ടിലേക്ക് പോകാൻ. പിന്നെ ദുമകത്തെ പോർട്ടിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഫെറി ഉണ്ടാവും ബഹുളിലേക്ക് പോകാൻ. ഇതാണ് ഇൻഫർമേഷൻ നമ്മളെ പോർട്ടിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ. അതുപോലെ മറ്റൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലരേന പോർട്ടിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കണ്ടു. ആകെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പുലർച്ചെ 2 മണിക്കും ഞായറാഴ്ച 7 മണിക്കും ഉള്ളത്. ഇൻ കേസ് മിസ്സാവണം അതിൽ പോയാൽ മതി. അതിൽ ലരേനയിലേക്ക് എത്തിയാലും കുഴപ്പമില്ല. ലരേന പോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളൂ ഈ സിക്കിയോർ പോർട്ടിലേക്ക്. സോ നിങ്ങൾ ഓസ്ട്രേലിയ സിക്കിയോറിൽ എവിടെ ആണെങ്കിലും അവിടെ പോകാൻ പറ്റും. സിക്കിയോർ നല്ല അടിപൊളി പ്ലേസ് ആണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. സാധാരണ ഇവിടെ നിന്ന് എല്ലാവരും ബഹുളിലേക്കാണ് പോകാറ്. ബഹുളിൽ പോയിട്ട് പോകും. അല്ലെങ്കിൽ സിയർഗാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ഒരു പ്ലേസ് ഉണ്ട്. അത് അടിപൊളി പ്ലേസ് ആണ്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ബാലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് സമയമില്ല അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നാളെ സിക്കിയോറിൽ ഒരു ദിവസം ഉണ്ട്. അവിടെ നല്ലൊരു അടിപൊളി വാട്ടർഫോളും കാര്യമുണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ടൈമായി. ഓൾമോസ്റ്റ് 4:15 ഓൺ ബോർഡിങ്ങിന് സമയമായി. ഈ ഫെറി കുറച്ചുള്ളൂ കേട്ടോ. ഇതുവരെ നമുക്ക് 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് വണ്ടിയൊക്കെ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറെ കാലം ഫെറിയിൽ ട്രാവൽ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കാം. അതാണ് കേട്ടോ മായോ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇത്രയും ദിവസം നമ്മള് ബൈക്കിലും ഫ്ലൈറ്റിലൊക്കെയാണ്. ഇനി നമ്മള് ബോട്ട് കയറി പോട്ടെ. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫിലിപ്പീൻസ് ഒരു 7,000 അടുത്ത് ദ്വീപുകളുണ്ട്. 7,000 ദ്വീപുകൾ കൂടെ രാജ്യമാണ്. എല്ലാ ജനസാന്ദ്രത ഉണ്ടോന്ന് അറിയില്ല.
അപ്പൊ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫെറികൾ അതുപോലെ ബോട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പറയുന്നത് ഇവിടുത്തെ ഒരു കോമൺ രീതിയാണ്. അപ്പൊ അതാണ് നമ്മളിന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് നമ്മളെ സ്പൾബർ ഇതാണ്. സോ ഫുള്ള് ബോട്ട് വിട്ടോണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് ബ്ലോഗിൽ കാണുന്ന അല്ലാതെ പ്രൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ഹൈലൈറ്റ്സിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് സ്റ്റോറി ഇട്ട് ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട്. മാക്സിമം എന്താ പറയാ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് പുള്ളിക്കാരുണ്ട്. പ്രൈസ് കാര്യങ്ങൾ എങ്ങനെയാ പോയത് അതൊരു ഓർഡറിലായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വരുന്ന സീസണ് ഡിഫറെന്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വരുന്നവര് കമ്പയർ ചെയ്യരുത്. ചില സമയത്ത് വിസ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കാണാനുള്ള സ്ഥലങ്ങളൊക്കെ സെയിം ആയിരിക്കും, ബട്ട് ചില സമയത്ത് സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ടാവും. കാരണം ദ്വീപാണ്, ചിലപ്പോൾ ടൈഫോൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് ഏപ്രിലാണ്. ഏപ്രിലിൽ അത്യാവശ്യം ചൂട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് സമ്മർ ആയിരിക്കും. ജൂൺ കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥകളുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം സെയിം കാലാവസ്ഥ തന്നെയാണ് ഇവിടെ. നമ്മള് ഇവിടെ എത്തിട്ടോ, ലക്ഷി സിബുലാൻ ബോട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ സിബുലാനിന് നമുക്ക് ദുമകത്തിലേക്ക് പോകണം. ദുമകത്ത് നമ്മുടെ സിക്യൂറിലേക്ക് ഉള്ളതല്ലേ. സോ പിന്നെ ഞാൻ നടന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങാണ്. You can speak Hindi? No. No. I know a little bit before, but I can remember. Hello, I'm Final. Final. And you? Hello, I'm Adeline. What's name? your Murshid. huh? Adeline. Murshid. Bullshit. Yeah. Yes. I think, are you a blogger? Blogger? Yes. I'm Lawrence. Welcome to Philippines, huh? What you said? Thank you in Philippines. Salamat. Just only salamat. Salamat. Yeah. Thank you so much, po. Yeah. Salamat is only thank you. Salamat. Yeah. And you see, like, kumusta? Kumusta is mean how are you? Kumusta? Kumusta, amigo? Like amigo, amiga. Fuya is mean what? Friend. Fuya means? Kuya is respect. Like, how old are you? I'm 28. Yeah, I'm 30. So just call me Kuya. Fuya. Yeah, and you? 31. No, you are my Kuya because you're older for 1 year. I'm 30. മകത്തിലേക്ക് എത്തിയപ്പോഴേക്ക് അത്യാവശ്യം കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മച്ചാൻ അടിപൊളിയാണ്. മച്ചാൻ അങ്ങനെ കുറെ കഥയൊക്കെ പറയേണ്ടത്. അവരെ രണ്ടാളെ ഞാൻ സംസാരിച്ചിട്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നമുക്കറിയാവുന്ന വെച്ചാൽ ഇങ്ങനെ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാണ്. പുലാണിന്ന് അത്യാവശ്യം ഓടാനുണ്ട് കേട്ടോ. നമ്മൾ കുറെ നേരമായി 25 മിനിറ്റ് ഉണ്ട്. തുമകത്തെ ബോട്ടിലേക്ക് തുമകത്തെ നാളെ നമുക്ക് സിക്യൂറിലേക്ക് പോകാനുള്ള. യു ലൈക്ക് ദ ഫുഡ്സ് ഇൻ ഫിലിപ്പീൻ? Yeah. Really? Adobo pork is perfect. Okay, but I cannot eat pork. Huh? I can't eat pork. Okay. So നമ്മൾ ഇന്നലെ കഴിച്ചില്ലേ ഈ ബാർബിക്യൂന്ന് അവർ പറയുന്ന പേര് കൊച്ചിനോ എന്നാട്ടോ. അവർ പറയുന്ന ബാർബിക്യൂ കൊച്ചിനോ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെന്തായാലും കഴിച്ചത് ശരിക്കും ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഐറ്റം ആണ് കൊച്ചിനോ പറഞ്ഞ. അതോബും ചിക്കൻ രണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അടിപൊളി ശരീരത്തില് പോർക്കിലാണ്, ചിക്കനിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ലോക്കൽ ഫുഡ് ചിക്കനിലൊന്ന് അടിച്ചു നോക്കാം. നമ്മള് സിബുലാനിനെ ദുമകത്ത് എയർപോർട്ടിൽ വന്നു. ദുമകത്ത് എയർപോർട്ടില് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സോ നമ്മളെ ടൈമിങ് അതാണ് മേലെ കാണുന്നത്. 7:20, 11, 1 o'clock, 7:10 ഉള്ളതായിരിക്കുന്നത്. നമ്മൾ പോകുന്ന സിക്യൂറിലേക്കാണ് കേട്ടോ. സിക്യൂർ ദുമകത്തിന് സിക്യൂർ ഞാൻ ഇതിൽ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ വേണേൽ ലിങ്ക് അവിടെ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇതുപോലെ ക്യൂ ഉണ്ടാവും. ഓക്കെ, സെയിം പ്രൈസ് ആണോ അല്ലെന്ന് എനിക്കറിയില്ല. ദുമകത്തിന് സിക്യൂറിലേക്ക് ഇതാണ് ഞാൻ ഓൾറെഡി എടുത്തിട്ട്. പക്ഷെ ഞാൻ 5:45 നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല. വലിയ ഡിഫറൻസ് ഉണ്ടായില്ല. 385 ആയിരുന്നു ഞാൻ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റിന്റെ പാറ്റും കാര്യങ്ങളെല്ലാം എടുക്കും വരുന്നത്. ഇവിടെ 350 ആണുള്ളത്. സോ ഇറ്റ്സ് ബെറ്റർ ഓൺലൈൻ എടുത്തുകൊണ്ട് സേഫ് ആണ്. ദുമകത്തെ ബോട്ട് കുറച്ച് വലിയ ബോട്ടാണ്. ടെർമിനൽ 1, ടെർമിനൽ 2 അങ്ങനെ പറയുന്നുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കുറച്ചപ്പുറം. ടിക്കറ്റ് എടുത്തൊരു 5 മിനിറ്റ് നടന്നെത്തിയാലുള്ളൂ, ഓടിയാലുള്ളൂ നമുക്ക് ഇവിടെ ബോട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ മോൾബോളിൽ ഉച്ചക്ക് പുറപ്പെട്ടു. അവിടെ 1.5 മണിക്കൂർ നമ്മൾ ബാത്തുവിലെത്തി. അവിടുന്ന് എടുത്ത് ഞാൻ നേരെ ഇവിടെ എത്തിയപ്പം കറക്റ്റ് എനിക്ക് 4:30 കിട്ടി. 5 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. 5 മണിക്ക് ട്രൈസിക്കിൾ കയറി 5:30 മുമ്പ് ഇവിടെ എത്തി.
ഓക്കെ, എനിക്ക് 7:10 അപ്പോൾ 6:20. ഇനി നല്ല ടിക്കറ്റ് കാണിച്ച് സാവധാനം ഉള്ളോട്ട് കയറിയാൽ മതി. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരണം. Sir, യാ go now, gate number 2. യാ Okay. You have to pay 15 pesos for the terminal fee. ഓ മൈ, അവിടുന്ന് ആക്ച്വലി ഓൺലൈൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സീറ്റ് നമ്പർ അടിക്കണമായിരുന്നു. സീറ്റ് നമ്പർ അടിച്ചിട്ട് അതേപോലെ ടെർമിനൽ ഫീ ഒരു 15 പെസോ കൊടുക്കണം. അതെനിക്ക് അറിയില്ലായിരുന്നു. സോ അങ്ങനെ എൻ്റെത് കുറച്ച് ലേറ്റ് ആയി. താങ്ക് യു. അത് രണ്ടും നമ്മൾ ഇപ്പോഴാണ് ക്ലിയർ ചെയ്തത്. 1 മണിക്കൂർ വെറുതെ ഉള്ളിലിരിക്കുകയായിരുന്നു, അറിയില്ലായിരുന്നു. ആക്ച്വലി ആണ് പ്രയറിന് വേണ്ടി പോകുന്ന സമയത്ത് അവൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു സീറ്റ് നമ്പർ അടിച്ചു തരാന്ന്. അപ്പോൾ ഞാൻ എനിക്ക് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന ടിക്കറ്റിന് സീറ്റ് ഉണ്ടാവില്ല, ഇവിടെ സീറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്കിനി തിരിച്ച് 2 ഫെറി ഉണ്ട്, അത് രണ്ടിലും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഓൺലൈനിലാണ് 2 ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഫെറി അങ്ങോട്ടേക്ക് പോകുന്ന ഓഷ്യൻ ജെറ്റിന്റെ. ഇവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ 12 Go Asia, One Way എന്നൊക്കെ പറഞ്ഞ 1-2 വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. ഗുഡ് ഈവനിങ്. Your ship number is 51A, sir. This way, window side, 51A. താങ്ക് യു. നമുക്ക് നോക്കാം നമ്മുടെ സീറ്റ് എവിടെ വരുന്നുള്ളത്. നമ്മുടെ സീറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 21A. സൈഡ് സീറ്റ് ആണല്ലോ. യെസ്, ഇതാണ് 21A. എനിക്ക് സൈഡ് സീറ്റ് ആണ്. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലെ മാതിരി വ്യൂ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് എക്സ്പീരിയൻസ് ഫെറി. ഇത് പ്രോപ്പർ ഫെറി സെറ്റപ്പും കാര്യങ്ങളും കേട്ടോ, മറ്റേ നമ്മൾ വന്ന പോലല്ല. ഓൾമോസ്റ്റ് കറക്റ്റ് ലാൻഡ് ചെയ്തിട്ടോ. 45 to 50 minutes ഉള്ളൂ. നമ്മളിപ്പം സിക്കിയോറിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം. ഒന്നെങ്കിൽ ട്രൈസൈക്കിൾ എടുക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പോകേണ്ടത്. സോ ഇതാണ് ഓഷ്യൻ ജെറ്റ് എന്ന് പറഞ്ഞ സാധനം. ആൾക്കാർ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ വേറെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കണം നമ്മള്, സിക്കിഹോർ. How many days you're going for? For 1 day. It's 350. There is too much rental cars. I'm like a vlog. സോ ഇതാണ് നമ്മുടെ ബൈക്ക്. നമ്മള് സ്വിക്കി ഹോളിൽ ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തു. അപ്പം ഒരു ദിവസം 350 പറഞ്ഞു. ഡിസ്കൗണ്ട് ആക്കി 300 ആക്കി തരാറ്. അപ്പൊ ഞാൻ 1.5 ദിവസമാണ്. എനിക്ക് ഇന്ന് അങ്ങോട്ട് പോകണം, നാളെ ഒരു ഫുൾ ഡേ, പിന്നെ ഞാൻ മറ്റന്നാളാണ് തിരിച്ച് രാവിലെ പോവുകയും ചെയ്യും. സോ ഞാൻ വിചാരിച്ച് 400 കൊടുക്കാതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. അങ്ങനെ 400-നാണ് നമ്മൾ അഗ്രേ ആയിട്ടുള്ളത്. പെട്രോൾ ഇല്ല, പെട്രോൾ അടിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഇവരുടെ അടുത്ത് റൂമുണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ബൈക്സും ഉണ്ട്. നമ്മൾ വന്നത് നേരെ ജോളിബിയിൽ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് നേരെ തന്നിരിക്കുന്ന ഈ സാധനമാണ്. സോ നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് എടുത്തത്. 53 ആണുള്ളത്. അതിന്റെ മുകളിൽ ഏകദേശം ആ ഒരു ചിക്കൻ വിത്ത് സ്പെഗറ്റിയാണ് എടുത്തത്. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാരും ക്യാമറ ഉണ്ടായി ഭയങ്കര ഇതാണ്. ചെറിയൊരു ഐലൻഡ് കേട്ടോ സിക്കിഹോർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ആകെ ഉള്ള ഒരു ജോളിബിയാണ് ഈ കാണുന്നത്. ഇവിടെ മക്ഡൊണാൾഡ്സ് ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദുമാഗത്തിലേക്ക് പോകണം. സോ എന്തുകൊണ്ട് നമ്മൾ സിക്കിഹോറിൽ വന്നു എന്നുള്ളത് നാളെ പറയാം. നമ്മൾ പോയിട്ട് റൂം ചെക്ക് ഇൻ ചെയ്യട്ടെ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ജോളിബിയുടെ ഫുഡ് എനിക്ക് 2ാമത് കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. അന്ന് റൈസ് വിത്ത് ചിക്കൻ ആയിരുന്നു, ഇന്ന് സ്പെഗറ്റി വിത്ത് ചിക്കനാണ്. നമ്മളൊരു 12 ദിവസം 13 ദിവസമൊക്കെ വരുന്നുള്ളൂ. ചെറിയ കോസ്റ്റേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ ഉറങ്ങി. ഒരു ചെറിയ ഐലൻഡാണ്. പെട്ടെന്ന് തന്നെ നല്ല ഷോപ്പൊക്കെ ക്ലോസ്. അവിടെ 8:30 ആയപ്പോഴേക്ക് ഒരു 12 മണിയായ ഫീൽ ഉണ്ട്. നമ്മള് സിക്കിയോർ തന്നെ പെട്രോൾ അടിച്ച് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തീരെ ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, മനസ്സിലാവുന്നില്ല. Is this 24 hours? 24 hours shop? This one? Closing now? അത്രേ ഉള്ളൂ. 9 മണി ആയപ്പോഴേക്ക് അതും ക്ലോസ്. അങ്ങനെ നമ്മള് മോൾബോളിൽ നിന്ന് സിക്കിഹോറിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കാണിച്ചു കഴിഞ്ഞു. സോ നമ്മൾ എന്തായാലും നമ്മുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മിസ്സായില്ല. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. സോ ഈ ഒരു ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ GECK എന്ന് പറഞ്ഞ ജീക്കോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏഷ്യൻ കൺട്രീസ്, വിയറ്റ്നാം, തായ്ലൻഡ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ട്രാവൽ ഡെസ്റ്റിനേഷൻസിന്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ബോഹോളിൽ നിന്ന് എങ്ങനെ സിക്കിഹോറിലേക്ക് പോകാം, എങ്ങനെ
സെബുലേക്ക് പോകുന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫെറിയും ഫ്ലൈറ്റും അടക്കമുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചു തരും. അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടി. എല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ഇൻഫർമേഷൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നു, എന്റെ എല്ലാ യാത്രകളും കഴിഞ്ഞ് ഞാൻ സിക്കിഹോറിൽ എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ എത്തിയപ്പോൾ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. സോ ഇതിന്റെ ബാക്കി നമ്മൾ നാളെ ഉള്ളത് അടുത്തൊരു എപ്പിസോഡിലാണ് പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു, പാർട്ട് 8. സോ പാർട്ട് 9 കാണാം. ബൈ ബൈ.